നമസ്കാരം, ടെക് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതുപോലത്തെ കസ്റ്റം മൊബൈൽ കവർ ഡിസൈൻസ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ബാക്ക് കേസ്, നമ്മുടെ ഫോണിൻ്റെ ട്രാൻസ്പെറൻറ്റ് ബാക്ക് കേസ് എടുത്ത് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ടേപ്പ് വെച്ചോ സ്കെയിൽ വെച്ചോ അളന്നെടുക്കണം. എന്നിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ പോയി ഒരു ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് അതിൽ ഇൻ്റർനാഷണൽ പേപ്പർ എന്ന പ്രീസെറ്റ് കൊടുത്ത് തൊട്ട് താഴെ A4 സൈസും സെലക്ട് ചെയ്ത് റെസൊല്യൂഷൻ 300ഉം പിന്നെ കളർ മോഡ് CMYKയും ആക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മോഡിൽ ഈ പ്രോജക്റ്റിൻ്റെ മോഡിൽ സ്കെയിലുണ്ടാവും. സ്കെയിലില്ലെങ്കിൽ Ctrl+R അടിച്ച് കഴിഞ്ഞാൽ സ്കെയിൽ എനേബിൾ ആവും. എന്നിട്ട് നമ്മൾ കൊടുത്ത ഹൈറ്റും വിഡ്ത്തും അവിടെ നമ്മൾക്ക് ഒരു ഗൈഡ് അതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പോൾ 5.6ഉം 2.7 ഇഞ്ചസാണ് എൻ്റെ ഇതിൻ്റെ സൈസ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എഡ്ജിൽ 0 വരണമെങ്കിൽ നമ്മൾ ഈ കോർണറിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എഡ്ജിൽ 0 വരും. എന്നിട്ട് നമുക്ക് ഗൈഡ് ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഹൈറ്റിൻ്റെത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 5.6 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചസിലാണോ സ്കെയിലെന്ന് നോക്കണം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇഞ്ചസ് കൊടുക്കണം. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് 5.6ൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ നമ്മളുടെ ഹൈറ്റിനനുസരിച്ചൊരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്ത്തും കൂടെ അത് കണക്ക് ചെയ്യാം. 2.7 ഇഞ്ച് കൊടുക്കാം. ഇപ്പോൾ വിഡ്ത്തും അവിടെ ഒരു ഗൈഡ് ലൈൻ വിഡ്ത്തിൻ്റെ അതും വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇമേജ് എടുത്തിടുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് ഫയലിൽ പോയി പ്ലേസ് കൊടുത്ത് വേണ്ട ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇടണം. അതിന് ചെറുതാക്കി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടിയ കോർണറിൽ കിട്ടിയ ബോക്സിൻ്റെ സൈസ് ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മോൾ ഭാഗത്ത് നമുക്ക് ക്യാമറയുടെ ഒരു ഇത് വരും. അവിടെ മെയിനായിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും വരാതെ നോക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു കട്ട് ചെയ്യുമ്പോൾ അവിടെ ഹോളാണ് വരുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ടുള്ള ഒന്നും വരരുത്. അപ്പോൾ ആ ബോക്സിൻ്റെ സൈസിൽ നമ്മൾ ഇമേജിനെ കട്ട് ചെയ്തെടുത്ത് പുതിയൊരു ലെയറിലാക്കി. ഇതേപോലെ നമുക്ക് 3 ചെയ്തിട്ട് അതിനെ ഒന്നിച്ച് മെർജ് ചെയ്യണം. ആ ലെയറെല്ലാം മെർജ് ചെയ്ത് അതിൻ്റെ കോൺട്രാസ്റ്റ് ഒരു 50 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്കൊരു JPEG ഫയലായിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ പ്രിൻ്റ് എടുക്കാം. അപ്പോൾ ഇനി ഈ ചെയ്ത ഡിസൈൻ എനിക്ക് പ്രിൻ്റ് എടുക്കണം. അപ്പം ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോയി പ്രിൻ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പോയി പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻ്റ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. നമ്മുടെ പ്രിൻ്റ് ഒന്ന് റഫായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. ഇത് നമ്മുടെ ഈ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒട്ടിക്കാതെയും നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫോൺ കേസിൽ വെച്ചിട്ട് ആ ക്യാമറയുടെ ഭാഗം ഒന്ന് വരച്ചെടുത്തിട്ട് അത് നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ഇടാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.